ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പട്ട് സാരിയിൽ നമുക്ക് ഒരു അടിപൊളി ട്രഡീഷണൽ ലുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം. സോ ഒട്ടും ഡിലേ ഇല്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ആദ്യം തന്നെ ഞാൻ ഫേസിൽ ഷീറ്റ് മാസ്ക് വെച്ച് കൊടുത്തിട്ട് ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്തു. അതിനുശേഷം ഷീറ്റ് മാസ്ക് റിമൂവ് ചെയ്ത് എക്സസൈഡിലെ സിറമെല്ലാം നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഞാൻ മോയ്സ്ചറൈസറും കൂടെ അപ്ലൈ ചെയ്ത് നന്നായിട്ട് ഫേസ് മോയ്സ്ചറൈസ്ഡ് ആക്കി വെച്ചു. ദെൻ നമ്മുടെ മെയിൻ പാർട്ടാണ് സൺസ്ക്രീൻ. ഡേ ടൈം ആണെങ്കിൽ നല്ല രീതിക്ക് നിങ്ങൾ സൺസ്ക്രീൻ ഇടണം. ഞാനും ഇട്ട് കൊടുക്കുന്നുണ്ട്. സോ സൺസ്ക്രീൻ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഇടുന്നത് പ്രൈമറാണ്. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഞാൻ കണ്ണിൽ ഓൾറെഡി ലെൻസ് ഇട്ടിട്ടുണ്ട്. ഹേസൽ എന്ന ഷെയ്ഡാണ്. അപ്പം അതിനുശേഷം നമ്മൾ ഐ മേക്കപ്പിലോട്ട് കിടക്കുവാണ്. അതിന് തന്നെ ആദ്യം നമ്മൾ ഒരു ലൈറ്റ് ഷെയ്ഡ് കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുത്തു. കണ്ണിൻ്റെ ഒയിരയും താഴെയുമായിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഈ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് നന്നായിട്ട് ഞാനൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ എവിടെയൊക്കെ ഈ ഡാർക്ക് സ്പോട്ട് ഉണ്ടോ ആ ഏരിയാസിൽ മാത്രം നമ്മൾ ഓറഞ്ച് കറക്റ്റർ വെച്ചിട്ട് ഒന്ന് കറക്ഷൻ ചെയ്തിട്ട് അതിൻ്റെ പുറത്തൂടെ ഞാൻ കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നേരത്തെ എടുത്ത ലൈറ്റർ ഷെയ്ഡ് കൺസീലർ അല്ല, എൻ്റെ സ്കിന്നിൻ്റെ സെയിം കളറായിട്ട് വരുന്ന ഒരു കൺസീലറാണ് അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കെല്ലാം നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നു. ബ്ലെൻഡിങ് ഈസ് ദ കീ ഓഫ് മേക്കപ്പ് ഗൈസ്. ബിക്കോസ് നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നു. ഞാൻ ഈ ഒരു ബ്രഷ് വെച്ചിട്ടാണ് കുറച്ചുകൂടെ എനിക്ക് കൺവീനിയൻറ്റ്, ഈ ബ്രഷ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യുന്നതാണ് കേട്ടോ. അതിനുശേഷം നമുക്ക് ആ ഫേസിലൊന്ന് കോമ്പാക്റ്റ് അല്ല ഞാൻ യൂസ് ചെയ്യുന്നത്, ലൂസ് പൗഡർ വെച്ച് സെറ്റ് ചെയ്തിട്ട് നമുക്കൊരു ഐ ഷാഡോ എടുത്തൊരു ബേസ് ഷെയ്ഡ് ഐ ഷാഡോ എടുത്തിട്ട് ഞാൻ രണ്ട് കണ്ണിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തൊരു ലൈറ്റർ ഷെയ്ഡ്. അതിനുശേഷം ഒരു ഡാർക്കർ ഷെയ്ഡ് ഐ ഷാഡോ എടുത്തിട്ട് ഈ കണ്ണിൻ്റെ സൈഡിൽ മാത്രമായിട്ട് ഫസ്റ്റ് ഒന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് അതിന് നമുക്കൊന്ന് ആ ഒരു ബ്രഷ് വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ലൈക്ക് ദിസ്. ഞാൻ നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ലുക്കാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. സോ അങ്ങനെ നമുക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് അതിനെ ഒന്ന് ലൈറ്റായിട്ട് ഞാൻ ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുത്തിട്ട് സെൻറ്റർ പാർട്ടിലായിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ എന്താ പറയുക, ഗ്ലിറ്ററി ഷെയ്ഡാണ്. ഒരു നല്ല ഗ്ലിറ്ററി ഷെയ്ഡാണ്. അതായത് സാരി മേക്കപ്പിന് യോജിക്കുന്ന രീതിക്കുള്ള ഒരു ഐ മേക്കപ്പ് ലുക്കാണ് ഞാനിന്ന് ക്രിയേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഞാനിത് ഈ എടുത്തിരിക്കുന്നത് നമ്മുടെ കാജൽ പെൻസിൽ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഡാർക്ക് കാജൽ എടുത്തിട്ട് കണ്ണിൻ്റെ താഴെയും കണ്ണിൻ്റെ ഉൾഭാഗത്തും കണ്ണിൻ്റെ ഒയിരയുമായിട്ട് നന്നായിട്ട് ഞാൻ കാജൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു സീക്രട്ട് ടിപ്പാണ് ഗൈസ്. ബിക്കോസ് നമ്മൾ നന്നായിട്ട് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ലുക്കാണ്. ബിക്കോസ് ഈ നന്നായിട്ട് കാജൽ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ പുറത്തൂടെ നമ്മൾ ലൈറ്റായിട്ടല്ല നല്ല രീതിക്ക് നമ്മൾ ഐ പെൻ യൂസ് ചെയ്തിട്ട് നമ്മളൊരു ഐലൈനർ വരച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കണ്ണ് കുറച്ചുകൂടെ അട്രാക്റ്റീവായിട്ടും നല്ല ഡാർക്കായിട്ടുള്ള കാജലായിട്ടും നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടിപ്പ് അപ്ലൈ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഈ പറഞ്ഞ പോലെ ഐ പെൻ യൂസ് ചെയ്തിട്ട് കണ്ണിൽ ഐലൈനർ കൂടെ ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഒയിര എടുത്ത ബേസ് ഷെയ്ഡായിട്ടുള്ള ഐ ഷാഡോ എഗെയിൻ എടുത്തിട്ട് നമ്മുടെ കണ്ണിൻ്റെ താഴെ കൂടെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തു. ദെൻ നമ്മുടെ മസ്കാര കൂടെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു. മസ്കാര നല്ല രീതിക്ക് ഇടുന്നുണ്ട്. ബിക്കോസ് സാരി മേക്കപ്പ് ആയതുകൊണ്ട് ഇവിടെ ഞാൻ ഐലാഷ് എക്സ്റ്റൻഷൻ ഒന്നും വെക്കുന്നില്ല, പകരം നന്നായിട്ട് മസ്കാര ഇട്ട് കൊടുത്തു. അതിന് ശേഷം നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഐബ്രോസ് നന്നായിട്ട് ഞാനൊന്ന് പിൻ പോയിൻ്റായിട്ട് വരച്ചു കൊടുക്കുകയാണ്. കാരണം ആ ഒരു ഐ മേക്കപ്പിൻ്റെ കൂടെ നല്ല ഒന്ന് അട്രാക്റ്റീവായിട്ട് നിൽക്കാനാണ് ഐബ്രോസ് നല്ല രീതിക്ക് ചെയ്തിട്ട് ഈ ബ്രഷ് വെച്ചിട്ടൊന്ന് ഞാൻ കോംബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദെൻ നമ്മുടെ ഫൗണ്ടേഷനാണ് ഈ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. സോ നമ്മൾ ഈ ഫൗണ്ടേഷൻ ഇട്ടിട്ട് ഈ ഒരു ബ്രഷ് വെച്ചിട്ട് ഞാൻ നന്നായിട്ട് ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിട്ടുള്ളത് കൊണ്ടാണ് ബ്രഷ് യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. ദെൻ ഞാനൊന്ന് ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എഗെയിൻ ഞാനൊരു ലൂസ് പൗഡർ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തു. നെക്സ്റ്റ് എൻ്റെ ഫേവറേറ്റ് പാർട്ട് ബ്ലഷ് ഇട്ടിട്ട് രണ്ട് സൈഡും നന്നായിട്ട് ചീക്കൊക്കെ ഒന്ന് ചുവന്ന് അതിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനുശേഷം ഒരു ഡാർക്ക് ഷെയ്ഡ് ലിപ്പ് ലൈൻ വെച്ചിട്ട് ലിപ്പ് ലൈൻ ചെയ്ത് കൊടുത്തു, ലിപ്പ് ലൈനർ യൂസ് ചെയ്തിട്ട്. ദെൻ നല്ല റെഡ് ലിപ്സ്റ്റിക്കാണ്. ഡയറക്റ്റ്ലി ഞാൻ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നില്ല, പകരം ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഒരു റെഡ് പൊട്ട് അത് വെച്ച് കൊടുത്തു. ദെൻ മേക്കപ്പ് ഫിക്സിങ് സ്പ്രേ കൂടെ യൂസ് ചെയ്ത് കൊടുത്തു. ഫൈനൽ ലുക്ക് വന്നിട്ട് ഇതാണ് എൻ്റെ സാരി ഗൈസ്. റിയലി സൂപ്പർബ് സാരിയാണ്. ഇതിൽ കാണും പോലെയല്ല, കുറച്ചുകൂടെ അട്രാക്റ്റീവും ഭംഗിയോടെ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഓർണമെൻറ്റ്സ് വന്നിട്ട് ഇത് ഐ തിങ്ക് അതിനെ
പാലക്ക മാലയാണെന്ന് തോന്നുന്നു പറയുന്നത്. സോ ആ മാലയും അതിൻ്റെ കൂടെ ജുംക്കയാണ് പെയർ ചെയ്യുന്നത്. ഞാൻ പുറകിൽ പൂ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് സിമ്പിളായിട്ടാണ് ഹെയർ കെട്ടി കൊടുത്തിട്ടുള്ളത്. രണ്ട് സൈഡിൽ നിന്നും എടുത്ത് കുറച്ച് ഹെയർസ് അവിടെ ഇവിടെ ഞാൻ സ്പ്രിങ് പോലെ ഇട്ടിട്ടുണ്ട്. ആൻഡ് ഞാൻ ഇത് 1 പ്ലീറ്റിലാണ് സാരി ഡ്രേപ്പ് ചെയ്തിരുന്നത്. സൂപ്പർ സാരിയാണ്. അതായത് ഇപ്പോൾ നമ്മുടെ ബോഡിയോട് ഹഗ്ഗിങ് ആയിട്ട് കിടക്കുന്നില്ല, അങ്ങനത്തെ സിൽക്ക് സാരിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു ലുക്ക്. അതിൻ്റെ കൂടെ ഞാൻ പെയർ ചെയ്തേക്കുന്നത് ഗ്രീനും ഗോൾഡും കൂടെയുള്ള ബാംഗിൾസ് കൂടെയാണ്. പിന്നെ ഈ ടോട്ടൽ ലുക്ക് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. നിങ്ങൾക്കത് ഇഷ്ടമായോ ഇല്ലയോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക തീർച്ചയായിട്ടും. സോ ഇതുപോലുള്ള അടിപൊളി വീഡിയോസിനായി എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ കാണുന്നത് വരയ്ക്കും ബൈ.